നിങ്ങളുടെ മനോഭാവം നമ്മളുടെ മനോഭാവം പലപ്പോഴും ഒരു പ്രൈസ് ടാഗ് പോലെയാണ്. നമ്മൾ എത്രമാത്രം വിലപ്പെട്ടവരാണ്, വിലയുള്ളവരാണ് എന്നത് നമ്മുടെ മനോഭാവം പുറത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വാല്യൂ ഇടുന്നത് മറ്റുള്ളവരല്ല, നമ്മുടെ മനോഭാവം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ തന്നെയാണ്. അത് നമ്മുടെ പേഷ്യൻസിൻ്റെ കെയറിലെത്തുമ്പോൾ ആ പേഷ്യൻ്റ് കെയർ പ്ലാൻ ചെയ്യുന്നതിൽ ഏകാധിപത്യപരമായൊരു സമീപനം നമുക്ക് പാടില്ല. പേഷ്യൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ഡ്യൂറിങ് ദ പ്രിപ്പറേഷൻ ഓഫ് ദ കെയർ പ്ലാൻ, patient or patient family members are explained about the various treatment options and risk benefit ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. സോ ദ കെയർ പ്ലാൻ, അതിൻ്റെ ഒരു പോസിബിലിറ്റീസ്, നമുക്ക് എത്രമാത്രം ഔട്ട്കം തരാനായിട്ട് പറ്റുന്നതാണ് എന്നുള്ളത് പേഷ്യൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം കെയർ പ്ലാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അവരുടെ റിലീജിയസ് ആയിട്ടുള്ള, കൾച്ചറൽ ആയിട്ടുള്ള കൺസേൺസിനെ പരിഗണിക്കണം നിയമം അനുവദിക്കുന്നത് വരെ. അവരുടെ റിലീജിയസ് ആയിട്ടുള്ള ഒരു കൺസേൺ നിയമപരമായി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ പറ്റാത്തതാണെങ്കിൽ അത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല എന്ന് കരുതി നമുക്കതിനെക്കുറിച്ച് വ്യക്തത ഇല്ലാത്ത എല്ലാം ഇഗ്നോർ ചെയ്യല്ലേ വേണ്ടത്. നമുക്കതിനെക്കുറിച്ച് വ്യക്തത വേണം. സോ PRE 3B ഒരു അച്ചീവ്മെൻ്റ് ആണ്. നമുക്ക് ഫ്യൂച്ചറിൽ മതി. പക്ഷേ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുന്നതിൽ തെറ്റില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ദ കെയർ പ്ലാൻ ഈസ് പ്രിപ്പയർഡ് ആൻഡ് മോഡിഫൈഡ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ഫാമിലി ഓർ പേഷ്യൻറ്റ്. ഫാമിലി മെമ്പേഴ്സുമായിട്ടോ പേഷ്യൻറ്റുമായിട്ടോ കൺസൾട്ട് ചെയ്തിട്ട് വേണം കെയർ പ്ലാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതിനകത്ത് അവരുടെ എല്ലാ കാര്യങ്ങളെയും പരിഗണിക്കണം. റിലീജിയസ്, കൾച്ചറൽ, സ്പിരിച്വൽ എല്ലാം പരിഗണിക്കണം. അങ്ങനെ പരിഗണിക്കുമ്പോഴും അത് നിയമപരമായുള്ള റിക്വയർമെൻറ്റിന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നും കൂടെ നോക്കണം. സോ PRE 3B, the care plan is prepared and modified in consultation with the patient or family members.